ഹലോ മക്കളെ, ടെല വി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ +2 അല്ലേ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം സാറേ, കഴിഞ്ഞ ഇയറിൽ റിലേഷനെ കുറിച്ചൊരു ബേസിക് ഐഡിയ അവർക്ക് എന്തായാലും ഉണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തു. അപ്പോൾ +1 ആദ്യം പഠിച്ച ചാപ്റ്റർ സെറ്റിൽ നിന്ന് സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻ ഫംഗ്ഷൻ, +2 ഫസ്റ്റ് ചാപ്റ്റർ തന്നെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ആണ്. അത് +1 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷന്റെ എക്സാക്ട് കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് +1 റിലേഷൻ ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ ഇതൊരു കാണാതെ പഠിത്തം മാത്രമായിട്ട് മാറും. അപ്പോൾ ആദ്യമേ അതൊന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാം. അതായത് ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ റിലേഷൻ എന്ന് പറയുന്നത് ക്രോസ് പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെ, ഇപ്പം എല്ലാ റിലേഷനും ഇപ്പം എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ആ സെറ്റിനോട് തന്നെ ഉള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് എ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ആ എ ക്രോസ് എയിലുള്ള എലമെന്റ്സിനെ എല്ലാം ആ എലമെന്റ്സ് എല്ലാം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഏതൊരു റിലേഷനും എ ക്രോസ് എയുടെ സബ്സെറ്റുകളായിരിക്കും. അത് വെച്ചിട്ട് ഒരുപാട് ജെഇ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതിലേക്കൊന്നും കിടക്കണ്ട. രീതിക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആദ്യമേ ടൈപ്സ് ഓഫ് റിലേഷൻസ്, +2 ഫസ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് റിലേഷൻ ആണ്. ഓക്കെ, നമ്മുടെ ആയുധം എടുക്കുക. ടൈപ്സ് ഓഫ് റിലേഷൻ അത് ആദ്യം നമുക്ക് ട്രിവിയൽ റിലേഷൻസ് എന്ന് പറയുന്ന എംപ്റ്റി റിലേഷനും യൂണിവേഴ്സൽ റിലേഷനും നമ്മൾ പഠിക്കാം. എംപ്റ്റി റിലേഷനും യൂണിവേഴ്സൽ റിലേഷനും. ഓക്കെ, ആദ്യം എംപ്റ്റി റിലേഷൻ. സോ എംപ്റ്റി റിലേഷൻ എന്ന് പറഞ്ഞാൽ സാറേ എംപ്റ്റി സെറ്റ് നമുക്കറിയാം. അതെ, ഞാൻ ആദ്യമേ ഒരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മൾ ആ റിലേഷൻ ഉണ്ടാക്കാനായിട്ട് ഒരു സെറ്റ് നമുക്ക് വേണമല്ലോ. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനൊരു സെറ്റ് ഇവിടെ എഴുതാം. ഓക്കെ, ഒരു സിമ്പിൾ സെറ്റ്. എൻ്റെ കയ്യിൽ എ എന്ന് പറയുന്ന എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് പറയാൻ എളുപ്പത്തിന് 2 എലമെന്റ്സ് നമുക്ക് എടുത്താൽ മതി. അതെ, സോ 1, 2 ഈ 2 എലമെന്റ്സിനെ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. അപ്പൊ എ ക്രോസ് എ എന്ന് പറയുന്നത് എനിക്ക് എന്ത് കൺസിഡർ ചെയ്യാം, ഒരു സെറ്റ് കൺസിഡർ ചെയ്യാം. ആ എ ക്രോസ് എയിൽ ആരൊക്കെ ഉണ്ടാകും നമുക്കറിയാം. എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ എന്താ, എയിൽ നിന്നും എയിലോട്ടുള്ള എല്ലാ. സോ 1, 2 കാണും, 1, 1 കാണും, 2, 2 കാണും, 2, 1 കാണും. ഇത്ര ആൾക്കാർ കാണും എ ക്രോസ് എ എന്ന് പറയുന്ന സെറ്റിനകത്ത്. ഇനി ഞാനൊരു റിലേഷൻ പറയാം സാറേ. ഓക്കെ, അപ്പൊ എംപ്റ്റി റിലേഷൻ ആണ് വേണ്ടത്. എംപ്റ്റി റിലേഷൻ ആവുമ്പോ ഈ സെറ്റിനകത്തുള്ള ഒരു എലമെന്റ് എന്ത് ചെയ്യാൻ പാടില്ല, സാറ്റിസ്ഫൈ ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാനൊരു റിലേഷൻ എഴുതാൻ പോവാണ്. R എന്ന് പറയുന്ന ഒരു റിലേഷൻ. R എന്ന് പറയുന്നത് എയിൽ നിന്ന് എയിലേക്കുള്ള റിലേഷനാണ്. ഓക്കെ, R എന്ന് പറയുന്ന റിലേഷൻ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് എയിൽ നിന്ന് എയിലേക്കാണ്. എയിൽ നിന്ന് എയിലേക്ക് ഇതിനകത്തുള്ള ഒരു എലമെന്റ് വരാതിരിക്കുന്ന രീതിക്ക് എനിക്ക് ഒരുപാട് തരത്തിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരുപാട് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം ആറിനകത്ത് ഒരു AB വേണമെങ്കിൽ, AB എന്ന് പറയുന്ന റിലേഷനാണ് എയിൽ നിന്ന് എയിലേക്കുള്ള. AB വേണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു A ≥ 3 എന്ന് പറയാം. അപ്പൊ ഇവിടെ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് ആണ്. ഫസ്റ്റ് എലമെന്റ് 1 വരാം, 2 വരാം. അല്ലാണ്ട് ഒരിക്കലും 3 അതിനപ്പുറത്തും ഒരു സംഖ്യ ആവില്ല. ഇല്ല, അതായത് ഈ എ ക്രോസ് എയിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒറ്റയാള് പോലും ഇല്ല. ഇനി നമുക്ക് കുറച്ചും കൂടെ ലെങ്തി ആയിട്ട് എഴുതണമെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ A and B ഈസ് ≥ 4 എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ 3 എന്ന് പറഞ്ഞാലും മതി. അങ്ങനെയൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഈ റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒറ്റയാള് പോലും എ ക്രോസ് എയിൽ ഇല്ല. അതായത് ഈ റിലേഷൻ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. പക്ഷെ ഈ സബ്സെറ്റിനകത്ത് 5 മാത്രമേ ഉള്ളൂ. 5 മാത്രമല്ല, ഈ സബ്സെറ്റിനകത്ത് ആരും. അപ്പൊ സാറേ 5 എന്ന് പറയുന്നത് മാത്രം എലമെന്റ് ആയിട്ടുള്ള റിലേഷൻസ് ആണ് എംപ്റ്റി റിലേഷൻ. ഓക്കെ, എ ക്രോസ് എയുടെ സബ്സെറ്റ് എന്ന് പറയുമ്പോൾ 5 ഉണ്ടല്ലോ അതിന്റെ സബ്സെറ്റ്. ശരി, ഏതൊരു സെറ്റ് ഉണ്ടെങ്കിലും 5 എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ആയിരിക്കും. 5 മാത്രം എലമെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എംപ്റ്റി റിലേഷൻ. നമുക്ക് എന്തായാലും ഇതിന്റെ ഡെഫിനിഷൻ എങ്ങനെ നോക്കാം. ഡെഫിനിഷൻ നമുക്ക് നോക്കാം. സോ എ റിലേഷൻ R ഇൻ എ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിൽ R എന്ന് പറയുന്ന ഒരു റിലേഷൻ എംപ്റ്റി റിലേഷൻ ആകണമെങ്കിൽ ഇഫ് നോ എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് എ.
എയിലുള്ള ഒരു എലമെന്റും എയിലുള്ള മറ്റൊരു എലമെന്റുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, റിലേഷൻ ആവാൻ പാടില്ല. അതായത് നമ്മൾ ആ 5 വെച്ച് പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആ റിലേഷൻഷിപ്പിന് ആ റിലേഷനകത്ത് എന്ത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, 5 മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. 5 എന്തിന്റെ സബ്സെറ്റ് ആണ്? എ ക്രോസ് ഒരു സെറ്റ് ആണല്ലോ. അപ്പോൾ മക്കളെ ഇത്രയേ ഉള്ളൂ. ആ എ ക്രോസ് എക്കകത്ത് നമ്മൾ 1-1 ഉണ്ടായിരുന്നു, 1-2 ഉണ്ടായിരുന്നു, 2-1 ഉണ്ടായിരുന്നു, 2-2 ഉണ്ടായിരുന്നു. പക്ഷേ ആ എ ക്രോസ് എയിൽ നിന്ന് എഴുതിയ ഒരു റിലേഷൻ ശംഭു സാറ് കാണിച്ച ഒരു എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിളിനകത്ത് എന്തായിരുന്നു? ആ റിലേഷൻ നോക്കുമ്പോൾ എന്താ, ആ റിലേഷനകത്ത് ആരുമില്ലായിരുന്നു അല്ലേ, ആരുമില്ലായിരുന്നു. അപ്പം എം ടി ആയിട്ടുള്ള റിലേഷനാണ്. അങ്ങനത്തെ ഉള്ള റിലേഷനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, എം ടി റിലേഷൻ. അപ്പോൾ ഈ ക്ലാസ് കൊണ്ട് മാത്രം ഇവർക്ക് ഇത് പഠിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സെറ്റ് ഉണ്ടാക്കി, ഒരു ക്രോസ് പ്രോഡക്റ്റ് ഉണ്ടാക്കി, ഇതിൽ ഇല്ലാത്ത ടൈപ്പ് ഓഫ് റിലേഷൻസ് ഇവർ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിനെപ്പറ്റി നല്ലൊരു ധാരണ ഉണ്ടാവും, ക്ലിയർ പിക്ചർ ഉണ്ടാകത്തുള്ളൂ അല്ലേ. അപ്പൊ ഇനി നമുക്ക് ഈ നമ്പർ വെച്ചിട്ടുള്ള കളികൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പം അല്ലാതെയുള്ള മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് വെച്ചുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ NCERT തന്നെയുള്ളൊരു NCERT തന്നെ കിടക്കുന്ന NCERT എക്സാമ്പിൾ ഇതേപോലെ ആയിരിക്കും. ഇതിനകത്ത് കുറച്ചും കൂടെ കാണും, പക്ഷെ അതിൽ തന്നെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണിത്. NCERT എക്സാമ്പിൾസ് അതുപോലെ വേണമെങ്കിൽ NCERT എല്ലാ എക്സാമ്പിൾസും എല്ലാ പ്രോബ്ലംസും എല്ലാ കോൺസെപ്റ്റും നമ്മുടെ NCERT എസെൻഷ്യൽ കോഴ്സിനകത്തുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ആപ്പിൽ ലോഗിൻ ചെയ്യുക, NCERT എസെൻഷ്യൽ കോഴ്സ് ഉറപ്പായിട്ടും കണ്ടുവെക്കുക. ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിളിലേക്ക് നോക്കാം. Let A be the set of all students of a boys school. A എന്ന് പറയുന്ന സെറ്റ് ഒരു ബോയ്സ് സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസും ആണ്. ബോയ്സ് സ്കൂളിൽ ബോയ്സ് മാത്രമേ കാണത്തുള്ളൂ. അതെ. Then the relation R in A, ആ ബോയ്സ് സ്കൂൾ ഉള്ള സ്റ്റുഡൻസ്, അതായത് ബോയ്സ് മാത്രമുള്ള സെറ്റ് ആണ് നമുക്കുള്ളത്. അവിടെ R എന്ന് പറയുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. ആ റിലേഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. A B എന്ന് പറയുന്ന എലമെന്റ് ഈ റിലേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ A എന്ന് പറയുന്നത് B യുടെ സിസ്റ്റർ ആയിരിക്കണം. പോസിബിൾ ആണോ സാറേ? പോസിബിൾ അല്ല സാറേ. നമ്മൾ പഠിക്കുന്നത് എവിടെ? ബോയ്സ് സ്കൂളാണ്. അവിടെ ആര് മാത്രമേ ഉള്ളൂ? ബോയ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ A, B എന്ന് പറയുന്നത് A എന്താവാൻ പറ്റത്തില്ല, ബിയുടെ സിസ്റ്റർ ആവാൻ എന്തായാലും പറ്റത്തില്ല. കാരണം ബ്രദർ മേ ബി ആവാം, സിസ്റ്റർ ആവാൻ പറ്റത്തില്ല. കാരണം എന്താ, ആ സ്കൂളിൽ ബോയ്സ് മാത്രമേ ഉള്ളൂ. അതെ. അപ്പം ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടി ഈ മിക്സഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇത് കാണുന്നുണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ ക്ലാസ്സിലെ ബോയ്സിനെ മാത്രം ഒരു സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 2 പേര് സിസ്റ്ററും ബ്രദറും ആവത്തില്ല. അങ്ങനെ നോക്കിയാലും അങ്ങനെ സിസ്റ്റർ ആവത്തില്ല, ബ്രദർ സിസ്റ്റർ ആവത്തില്ല. അപ്പൊ അങ്ങനെ നോക്കിയാലും അപ്പൊ ഇതൊരു എം ടി റിലേഷൻ ആയിരിക്കും. അപ്പൊ ഈ സ്കൂളിൽ നമ്മൾ ഇങ്ങനെ ഒരു റിലേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും എന്താ ചെയ്യത്തില്ല, അത് പോസിബിൾ ആയിട്ടുള്ള ഒരു എലമെന്റ്സ് പോലും ആ റിലേഷനിൽ എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. അത് എന്ത് റിലേഷൻ ആയിരിക്കും? അതൊരു എംപ്റ്റി റിലേഷൻ ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ, മറ്റൊരു അടുത്ത എംപ്റ്റി റിലേഷൻ ടൈപ്പ് ഓഫ് റിലേഷൻ. എംപ്റ്റി റിലേഷൻ നമ്മൾ പഠിച്ചു. അപ്പൊ പിന്നെ യൂണിവേഴ്സൽ റിലേഷനും സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. അപ്പൊ എംപ്റ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. അതായത് നമുക്ക് ആദ്യം ഒരു കാര്യം പറയാം. എ ക്രോസ് എയ്ക്കകത്തുള്ള ഈ റിലേഷനകത്ത് എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിട്ട് കുറെ ഉണ്ട്. ഞാൻ ആ എ ക്രോസ് എ ഒന്നുകൂടെ എഴുതിക്കോട്ടെ. ഓക്കെ. എ ക്രോസ് എ നമ്മൾ ആദ്യം വിചാരിച്ച എ എന്ന് പറയുന്നതിനകത്ത് ഇറക്കിയായിരുന്നു 1 ഉം 2. സോ എ ക്രോസ് എ 1,1 1,2 2,1 2,2 എ ക്രോസ് എ. ഓക്കെ. എ എന്ന് പറയുന്നത് 1 ഉം 2 ഉം മാത്രമുള്ള സെറ്റ്. അപ്പം ഞാൻ റിലേഷൻ എഴുതട്ടെ. ഓക്കെ. അപ്പം ഒരു റിലേഷൻ എഴുതുമ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ആലോചിച്ച് നോക്കി കാണും, ഇതിനകത്ത് എല്ലാ എലമെന്റും വരുന്ന റിലേഷൻ എങ്ങനെ ഉണ്ടാക്കാം. ഓരോരുത്തരും ഓരോ രീതിക്കായിരിക്കും ചിന്തിക്കുക. അപ്പം ഞാനൊരു റിലേഷൻ എഴുതാൻ പോവാം. R = എ ബി എന്ന് പറയുന്ന എലമെന്റ് ഈ റിലേഷനകത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അപ്പം ഇവിടെ 1 ഉം 2 ഉം മാത്രമേ ഉള്ളൂ. അപ്പൊ റിലേഷനകത്ത് ഈ ആൾക്കാരെല്ലാം വരണം. ആ രീതിയിൽ ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ 1 ഉം 2 ഉം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഡിഫറൻസ് വെച്ചിട്ട് ഡിഫറൻസ് ഒരിക്കലും 1 ഉം 2 ഉം ഡിഫറൻസ് എങ്ങനെ എടുത്തു കഴിഞ്ഞാലും 1 തന്നെ ആയിരിക്കും. അപ്പം ഡിഫറൻസ് ഒരു പ്രശ്നമുണ്ട് സാർ, നമുക്ക് മോഡുലസ് എടുക്കണം. അപ്പൊ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഒഴിവാക്കാം. അപ്പം ഞാൻ പറയുന്നു എ ഈസ് എയ്തർ 1 or 2. ഓക്കെ. എ ഈസ് എയ്തർ 1 or 2. ഫസ്റ്റ് എലമെന്റ് ഒന്നുകിൽ 1 ആയിരിക്കണം അല്ലെങ്കിൽ 2 ആയിരിക്കണം. അപ്പൊ ഉറപ്പായിട്ടും ഈ എലമെന്റ് ഉണ്ടല്ലോ സാറേ, ഉണ്ട്. ഇതുണ്ടല്ലോ സാറേ, ഇതുണ്ടല്ലോ സാറേ, ഇതും ഉണ്ടല്ലോ. എളുപ്പമല്ലോ. ഞാൻ ഒരെണ്ണം എഴുതിക്കോട്ടെ. ഇപ്പൊ ഒരു ഐഡിയ ബി ഈസ് എയ്തർ 1 or 2 എഴുതില്ലേ? R = A, B. ഞാൻ ക്യൂരിയസ് കേട്ടോ, എന്താണ് സാർ എഴുതാൻ പോകുന്നതെന്ന്.
എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 കൊടുക്കാം സാറേ. 4. ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു സെറ്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം അല്ലേ? എ കോമ ബി, എയും ബിയും കൂടെ കൂട്ടി എന്തായിരിക്കണം നമുക്ക് കിട്ടുന്നത്? അപ്പൊ ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 4, മാക്സിമം 4 വരത്തുള്ളൂ. ഇത് ഈ സെറ്റിനകത്ത് എയും ബി ഒരുപാടുണ്ട്, പക്ഷെ ഇത് നമ്മുടെ റിലേഷൻ ആയിട്ട് എടുക്കുമ്പോൾ ഈ സെറ്റിനകത്തുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാൻ. അപ്പൊ ഇത് 4 ഇതിനകത്തുണ്ടാവും. അപ്പൊ ഇതും ഒരു യൂണിവേഴ്സൽ റിലേഷൻ. അപ്പോൾ യൂണിവേഴ്സൽ റിലേഷൻ എങ്ങനെ, ഒരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ യൂണിവേഴ്സൽ റിലേഷൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് വ്യക്തമായ ഒരു ധാരണ ഇപ്പം കിട്ടിക്കാണും. ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ എക്സാമ്പിൾസും പ്രോബ്ലംസും നമ്മുടെ NCERT എസെൻഷ്യൽ കോഴ്സിനകത്തുണ്ട്. ലോഗിൻ ചെയ്യുക, ആപ്പിൽ ലോഗിൻ ചെയ്യുക, കണ്ടുവെക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം സാർ. എക്സാമ്പിൾ നേരത്തുള്ള എക്സാമ്പിളിന്റെ മറ്റൊരു എക്സാമ്പിൾ. ഓക്കെ ഓക്കെ, ലെറ്റ് എ ബി ദ സെറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഓഫ് എ specially noted boys school. Then the relation R in A is given by AB. The difference between the heights of B and B less than 3 meters. ഓക്കെ, അപ്പോൾ മക്കളെ ഒരു സ്കൂളിൽ ബോയ്സ് സ്കൂളിൽ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. റിലേഷൻ തന്നിട്ടുണ്ട് എന്താ? ആ 2 സ്റ്റുഡൻസ് എ കോമ ബി എന്ന് പറയുന്നത് 2 സ്റ്റുഡൻസ്, എ ഒരു സ്റ്റുഡൻറ്റ്, ബി വേറെ സ്റ്റുഡൻറ്റ്. എനിവേ എ കോമ ബി എന്ന് പറയുന്ന റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. റിലേഷൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ആ സ്റ്റുഡൻസ് തമ്മിലുള്ള ഹൈറ്റ് എന്തായിരിക്കണം? 3 മീറ്ററിൽ താഴെ ആയിരിക്കണം. അപ്പം ഇതിനകത്ത് വലിയ ഇമ്പോർട്ടൻറ്റ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ബോയ്സ് സ്കൂൾ എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി സാറേ, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മനുഷ്യന്റെ ഉയരം എത്രയായിരിക്കും? അത് 250 to 8 feet സംതിങ് ആണ്. അതായത് 3 മീറ്റർ താഴെയാണ്. 3 മീറ്റർ താഴെയാണ്. 252 മീറ്റർ ആണെന്നാണ് എൻ്റെ ഒരു കണക്കുള്ളൂ. ഇപ്പം നിലവിൽ ജീവിച്ചിരിക്കുന്നത് ലോകത്തില് ജീവിച്ചിരുന്നിട്ടുള്ള ഏറ്റവും വലിയ മനുഷ്യന്റെ ഉയരം 281 മീറ്റർ, 3 മീറ്റർ മുകളിൽ. സെന്റിമീറ്റർ അല്ല, സെന്റിമീറ്റർ. അതിന് മുകളിലില്ല. 281 സെന്റിമീറ്റർ, അപ്പൊ ഏതാണ്ട് 2.81 മീറ്റർ. റോബർട്ട് എന്ന് പറയുന്ന മനുഷ്യനാണ് ലോകത്തിൽ ഇതുവരെ ജീവിച്ചതിൽ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. ഗൂഗിൾ നമ്മളോട് പറയുന്നത്. ഒരിക്കലും 2 പേരുടെ ഹൈറ്റിന്റെ ഡിഫറൻസ്, ഞാനും സാറും നമ്മളെ ഹൈറ്റിന്റെ ഡിഫറൻസ് മാക്സിമം ഒരു 3-4 സെന്റിമീറ്റർ കാണും അല്ലേ? അത്രേ കാണത്തുള്ളൂ. അപ്പോ ഒരിക്കലും 2 സ്റ്റുഡൻസ് തമ്മിലുള്ള ഹൈറ്റിന്റെ ഡിഫറൻസ് 3 മീറ്റർ ഒരിക്കലും ആവത്തില്ല. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പോ അതിന് ഇനിയിപ്പം ആ 2.8 മീറ്റർ ഉള്ള ഒരു മനുഷ്യനും നീളമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ നിന്നാൽ പോലും ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 2.8 മീറ്ററേ ആവുന്നുള്ളൂ. അപ്പോ അത് ഒരു, പക്ഷെ ഇങ്ങനെ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. NCERT കിടക്കുന്ന എക്സാമ്പിൾ തന്നെയാണ്, നമ്മൾ വേറെ പുറത്തുനിന്നും കൊണ്ടുവന്നുള്ള എക്സാമ്പിൾ അല്ല. NCERT പുസ്തകത്തിൽ തന്നെ കിടക്കുന്ന എക്സാമ്പിൾ ആണിത്. സോ ഇതിനകത്ത് ആ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസും ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻ 3 മീറ്ററിൽ താഴെ എല്ലാവരുടെയും ഹൈറ്റിന്റെ ഡിഫറൻസ് വരത്തുള്ളൂ. ഏതൊരു ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാലും 3 മീറ്റർ താഴെയുള്ള ഡിഫറൻസുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതൊരു യൂണിവേഴ്സൽ റിലേഷൻ. ഈ റിലേഷനകത്ത് ആ സ്കൂളിലുള്ള എല്ലാ കുട്ടികളും കാണും. അപ്പൊ ഇതൊരു യൂണിവേഴ്സൽ റിലേഷൻ ആണ് നമുക്ക് പറയാം. ഈ എക്സാമ്പിൾ എടുക്കാനുള്ള റീസൺ തന്നെ മേ ബി ഇത് വായിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ കാണാൻ സാധ്യതയുണ്ട്. നമ്മുടെ NCERT പുസ്തകത്തിൽ കിടക്കുന്ന ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ GK പഠിച്ചില്ലേ? ഒരു GK പഠിച്ചില്ല. സോ അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന സിമെട്രിക്, റിഫ്ലെക്സീവ്. നമ്മൾ തുടങ്ങുന്നേ റിഫ്ലെക്സ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന 3 ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്: റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അതിൽ ആദ്യത്തേത് റിഫ്ലെക്സീവ്. എ റിലേഷൻ R ഇൻ എ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിൽ R എന്ന് പറയുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആവണം എന്നുണ്ടെങ്കിൽ A, A element of R for every A belongs to A. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എകളും ഇപ്പൊ സാറ് മുമ്പേ പറഞ്ഞതിൻ്റെ തൊട്ട് A എന്ന് പറയുന്നത് A ക്രോസ് A എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് 1 1 1 2 2 1 2 2 2 2 ആണെങ്കിൽ ഈ A എന്ന് പറയുന്ന സെറ്റിനകത്ത് എന്ത് മാത്രമേ ഉള്ളായിരുന്നു? 1 2 എന്ന് പറഞ്ഞ 2 നമ്പറേ ഉള്ളായിരുന്നു. അപ്പോൾ ഈ 2 എലമെന്റും അതിനകത്തുണ്ടായിരിക്കണം, ആ റിലേഷനകത്തുണ്ടായിരിക്കണം. അതായത് ഞാനിപ്പോൾ ഒരു റിലേഷൻ എഴുതി കഴിഞ്ഞാൽ, R എന്ന് പറയുന്ന ഒരു റിലേഷൻ എഴുതുകയാണ്. ആ റിലേഷൻ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് 1 1 ഉണ്ടായിരിക്കണം, 2 2 ഉറപ്പായും ഉണ്ടായിരിക്കണം. മറ്റ് എലമെന്റ്സ് ഉണ്ടാവാം, ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവാം. വേണമെങ്കിൽ ഞാനൊരു 2 1 കൂടെ എൻ്റെ റിലേഷനകത്ത് ഇട്ടേക്കും. അതെ.
ഇത് റിഫ്ലെക്സീവ് ആണ്. ഇപ്പൊ ഞാൻ റിഫ്ലെക്സീവ് അല്ലാത്ത റിലേഷൻ റിഫ്ലക്സ് എഴുതാൻ എളുപ്പം ഇവിടെ ഇരിക്കും. അല്ല കുഴപ്പമില്ല. എപ്പോഴും അങ്ങോട്ട് കൊണ്ട് മാറിയ 1 ഞാൻ കൊടുത്തു, 2 ഞാൻ കൊടുക്കുന്നില്ല, പകരം എന്ത് ചെയ്തു 2 1 കൊടുത്തു. ഈ റിലേഷൻ എന്താവത്തില്ല, റിഫ്ലെക്സീവ് ആവത്തില്ല. കാരണം ഇവിടെ എ ഉണ്ട്, പക്ഷേ ഫോർ എവരി എ ബിലോങ്സ് ടു എ ഇല്ല. അതെ, നമ്മള് ഡെഫിനേഷൻ വായിക്കുമ്പോൾ വളരെ കീനായിട്ട് ഓരോ ക്ലിയർ ആയിട്ട് വായിക്കണം. വരിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ആ സെറ്റിനകത്ത് 1 ഉണ്ട് 2 ഉണ്ട്, അങ്ങനെയാണെങ്കിൽ 1 1 വേണം 2 2 എങ്കിൽ മാത്രമേ അത് റിഫ്ലെക്സീവ് ആവത്തുള്ളൂ. ഇനി ഒരു സെറ്റ് എടുക്കുക 1 2 3 ഉണ്ടെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ആ റിലേഷനകത്ത് 1 1 വേണം 2 2 വേണം 3 3 വേണം. അതായത് എയിലുള്ള എ എന്ന് പറയുന്ന ഞാൻ കൺസിഡർ ചെയ്യുന്ന സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും എന്ത് ചെയ്യണം, നമ്മുടെ എന്ന് പറയുന്ന റിലേഷനകത്ത് വരണം. കണ്ടോ, 1 ഉണ്ടായിരുന്നു 2 ഉണ്ടായിരുന്നു, സോ 1 1 വേണം 2 2 വേണം, റിഫ്ലെക്സീവ് ആയി. ഇവിടെ 1 1 ഉണ്ട് 2 2 ഇല്ല, സോ ഈ റിലേഷൻ എന്തല്ല, റിഫ്ലെക്സീവ് ഇല്ല. കാരണം നമ്മുടെ എ എന്ന് പറയുന്ന ഒറിജിനൽ സെറ്റിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, 1 ഉണ്ടായിരുന്നു 2 ഉണ്ടായിരുന്നു. നമുക്കിനി ഇതിന്റെ ഈ നമ്പർ വെച്ചിട്ടുള്ള സിമ്പിൾ എക്സാമ്പിൾ മാറ്റി മറ്റൊരു എക്സാമ്പിൾ, നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇതും എനിക്ക് തോന്നുന്നു NCERT തന്നെയുള്ള നമ്മുടെ എക്സാമ്പിൾ ആണ്. Let T be the set of all triangles in a plane with R a relation in the T given by R is equal to T1, T2. T1 is congruent to T2. അതായത് ഈ റിലേഷനകത്ത് T1 T2 ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ T1 ഉം T2 എന്തായിരിക്കണം, കോൺഗ്രുവന്റ് ആയിരിക്കണം. മീൻസ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്കൊരു പ്രൂഫായിട്ട് എഴുതുകയാണെങ്കിൽ T1 ഈസ് കോൺഗ്രുവന്റ് ടു T1. ശരിയല്ലേ? ആ ട്രയാങ്കിളിനോട് ഏതൊരു ട്രയാങ്കിൾ T1 എടുത്തു കഴിഞ്ഞാൽ ആ ട്രയാങ്കിളുമായിട്ട് കോൺഗ്രുവന്റ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, T1 ബിലോങ്സ് ടു ദാറ്റ് റിലേഷൻ എന്ന് പറഞ്ഞോട്ടെ സാറേ. പറയാം. T1 T1 റിലേഷൻ ഉണ്ട്, കാരണം T1 തന്നെ എന്താണ്, കോൺഗ്രുവന്റ് ആണ്. ഇനി വേറൊരു ട്രയാങ്കിൾ ഈ പ്ലെയിനകത്തുണ്ട്, എൻ്റെ T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇതായിരുന്നു, ഇനി T2 എന്ന് പറയുന്ന വേറൊരു ട്രയാങ്കിൾ ഇതായിരുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു റിലേഷൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ T1 കാണും, T2 കാണും. അതായത് T1 ബിലോങ്സ് ടു ആർ ഫോർ എവരി T1 ബിലോങ്സ് ടു ദിസ് സെറ്റ്. ഈ സെറ്റിനകത്തുള്ള ഏതൊരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാലും ആ ട്രയാങ്കിൾ ഫസ്റ്റ് എലിമെന്റ് ആ ട്രയാങ്കിൾ, സെക്കൻഡ് എലിമെന്റ് അതേ ട്രയാങ്കിൾ കാണും. സോ ദിസ് ഇസ് എ റിഫ്ലെക്സീവ് റിലേഷൻ. ഓക്കെ, മക്കളെ മനസ്സിലായോ? ഒരു പ്ലെയിനകത്ത് ഒരു സെറ്റ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റും. എന്താ, T1, T2, T1 ഈസ് കോൺഗ്രുവന്റ് ടു T2. അങ്ങനെ ഒരു റിലേഷൻ ഞാൻ എഴുതുക. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ എഴുതുമ്പോൾ ആ റിലേഷനകത്ത് ആര് കാണും, T1 കാണും, T2 കാണും, T3 കാണും. കാരണം എന്താ, ഒരു ട്രയാങ്കിള് ആ ട്രയാങ്കിളുമായിട്ട് തന്നെ എന്താണ്, കോൺഗ്രുവന്റ് ആണ്. ഓക്കെ, സോ ആ റിലേഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഈ എലമെന്റ്സ് കാണും, T1 T2. ഇനി മൂന്നാമതൊരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ T3 ഈ എലമെന്റ്സ് എല്ലാം കാണും. സോ ഇങ്ങനൊരു റിലേഷൻ നമുക്ക് എന്ത് വിളിക്കാം, അത് റിഫ്ലെക്സീവ് ആയിരിക്കും. ഇനി നമുക്ക് റിഫ്ലെക്സീവ് അല്ലാത്തൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പൊ ഇത് ഒരു കാര്യം കൂടെ ഓർത്തോണം. അത് എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഒരു ട്രയാങ്കിൾ അതേ ട്രയാങ്കിളുമായിട്ട് എന്താണ്, എപ്പോഴും കോൺഗ്രുവന്റ് ആയിരിക്കും. ഓക്കെ, let L be the set of all lines in a plane. നമ്മൾ മുമ്പ് ട്രയാങ്കിൾസ് പറഞ്ഞു, ഇനി ലൈൻസ് എടുക്കാം. And R be the relation in L defined as R is equal to L1 L2. L1 L2 എന്ന് പറയുന്ന എലമെന്റ് ആറിനകത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. ദാറ്റ് മീൻസ് ഞാനൊരു L1 വരയ്ക്കാണ് സാറേ. ഞാനൊരു L2 വരച്ചോട്ടെ സാറേ? അല്ല സാറേ, ഓക്കെ, ഞാനിവിടെ ഒരു L2 വരച്ചു, ഇവിടെ തന്നെ ഒരു L2 വരച്ചു, അത് L3 ആയിരുന്നു. ഓക്കെ, അല്ല ഓക്കെ, എന്നാ ഞാൻ സാറിന് അത് L2 തരാം. ഞാനിത് L3 സാർ L3 ഓക്കെ, L3. അപ്പോൾ ഞാൻ പറയുന്നു L1 L2 ഈ റിലേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2 ആയിരിക്കണം. L1 L2 പെർപെൻഡിക്കുലർ ആണ്. അപ്പം ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം, അത് പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ L1 L2 എന്തായാലും റിലേഷൻ കാണുമല്ലോ, L1 L2 കാണും. പക്ഷേ L1 കാണത്തില്ല, L1 കാണത്തില്ല, L2 കാണത്തില്ല, L2 കാണത്തില്ല, L3 കാണത്തില്ല, L3 കാണത്തില്ല. കാരണം ഒരു ലൈൻ അതേ ലൈനുമായിട്ട് എന്തല്ല, പെർപെൻഡിക്കുലർ അല്ല. സോ ഈ പറയുന്ന എലമെന്റ്സുകൾ ഒന്നും നമുക്ക് കാണത്തില്ല. L1, L1 കാണത്തില്ല, L2, L2 കാണത്തില്ല,
ഈ L3, L3 കാണത്തില്ല. അതായത് ഒരു ലൈൻ അതേ ലൈനുമായിട്ട് എന്തല്ല പെർപെൻഡിക്കുലർ ആവത്തില്ലല്ലോ. എല്ലാ ലൈനും അതേ ലൈൻ പാരലാണ്. എല്ലാ ലൈനും അതേ ലൈനുമായിട്ട് പാരലാണ്, പെർപെൻഡിക്കുലർ ആവത്തില്ലല്ലോ. അതുകൊണ്ട് സോ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു റിലേഷൻ എഴുതി ആ റിലേഷനകത്ത് L1 L1 L2 L3 ഒന്നും കാണത്തില്ല. അങ്ങനെ ഇല്ലെങ്കിൽ ആ റിലേഷൻ എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. റിഫ്ലെക്സീവ്. ഇനി ഒരെണ്ണം ഇല്ലെങ്കിൽ തന്നെ റിഫ്ലെക്സീവ് അല്ല. ഒരെണ്ണം ഇല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. അപ്പോ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ക്ലിയർ ആവുന്ന എക്സാമ്പിൾ തന്നെയാണ് അല്ലേ. ഇനി നമുക്ക് സിമെട്രിക്ക് നോക്കിയാലോ. സിമെട്രിക്ക് സാറേ, നമുക്ക് സിമെട്രിക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കവർ ചെയ്താലോ. അടുത്തൊരു ക്ലാസ്സിലായിട്ട് നമുക്ക് സിമെട്രിക്ക് ഇനി നോക്കാനുണ്ട്. സിമെട്രിക് ഉണ്ട്, ട്രാൻസിറ്റീവ് ഉണ്ട് അല്ലേ. അപ്പൊ അത് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു ക്ലാസ്സിലോട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ മക്കളെ, ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് കാര്യങ്ങളും എല്ലാം ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NCERT ഒരു ഒറ്റ പോയിന്റ് പോലും ഇടാതെ NCERT എല്ലാ എക്സാമ്പിൾസും എല്ലാ കോൺസെപ്റ്റും എല്ലാ എക്സസൈസ് പ്രോബ്ലംസും നമ്മുടെ എവിടെ കിടപ്പുണ്ട്? കോഴ്സിൽ കിടപ്പുണ്ട്. സോ ഇത് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. ഡെഫിനിഷൻ മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എക്സാമ്പിൾസ് പറയുന്നത്. പക്ഷേ ഫുൾ എക്സാമ്പിൾസ് ആണെങ്കിൽ ഇത് മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാനും നല്ല എക്സാമ്പിൾസ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. കൺസെപ്റ്റ് മനസ്സിലാക്കാനും ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാനും ഉള്ള കോൺഫിഡൻസ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. പക്ഷെ നമുക്ക് അത് മാത്രം പോരാ, നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. NCERT ഒരു തുള്ളി പോലും ഇടാതെ നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഈ പറഞ്ഞതുപോലെ എക്സാമിന്റെ പാറ്റേൺസ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല സാറേ, ഈ ജെഇക്കും പ്രിപ്പയർ ചെയ്യാനായിട്ട്, കോമ്പറ്റീവ് എക്സാമുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് എക്സാമിനെ പറ്റിയും കൺസെപ്റ്റുകളൊക്കെ വളരെ ക്ലിയർ ആയിരിക്കണം. അപ്പം NCERT പ്രാക്ടീസ് ചെയ്യുക, തറവായിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. സോ നിങ്ങൾക്കൊരു എക്സാമിന് പോകണമെങ്കിൽ ഇത് മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം വർക്കൗട്ട് ചെയ്യണം. NCERT ഒരു തുള്ളി പോലും ഇടാതെ മാക്സിമം വർക്കൗട്ട് ചെയ്യണം. സോ മകളെ, നമ്മുടെ എസെൻഷ്യൽ കോഴ്സിനകത്ത് കംപ്ലീറ്റ് സാധനം കിടപ്പുണ്ട്. എല്ലാ പ്രോബ്ലംസും എല്ലാ എക്സാമ്പിൾസും നമ്മൾ പറയുന്നുണ്ട്. ലോഗിൻ ചെയ്ത് ഫോളോ ചെയ്യാം. ഓക്കെ.